എന്താടി നോക്കി നിൽക്കുന്നത്? ആ കുടം എടുത്തോണ്ട് പോയി ഒരു കുടം വെള്ളം കൊണ്ടുവരാൻ നോക്ക്. എന്താടി ഇത്രയും താമസിച്ചത്? വേഗം ചെന്ന് പഴങ്കഞ്ഞി എടുത്ത് കുടിച്ച് പോകാൻ നോക്ക്. ജാനി ചേച്ചി, ഞങ്ങൾ ഇന്നലെ തീവണ്ടി കയറിയല്ലോ. എന്ത് രസമായിരുന്നോ? ഓ, അതിന്റെ ഉള്ളിലൊന്ന് കാണേണ്ടത് തന്നെയാ. നിറയെ കസേരകൾ നിരത്തിയിട്ടിരിക്കുക. അതിന്റെ മുകളിൽ ഫാനും ലൈറ്റും ഒക്കെ ഉണ്ട്. ഫാൻ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. തീവണ്ടിയിൽ ഇരുന്ന് കാഴ്ചകൾ കാണാനാ ഏറെ രസം. ജാനി ചേച്ചി തീവണ്ടിയിൽ കയറിയിട്ടുണ്ടോ? ഞങ്ങളുടെ അച്ഛനാ കൊണ്ടുപോയത്. ചേച്ചിയും പറ ചേച്ചിയുടെ അച്ഛന്റെ അടുത്ത് തീവണ്ടി കൊണ്ടുപോവാൻ. വാ സാവിത്രി, വേഗം പോവാം. സ്കൂളിൽ ബെല്ലടിക്കാറായി കാണും. ജാനുക്കുട്ടി വല്ലാണ്ട് സുന്ദരി ആയിരിക്കണു. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി യതിസായുവതി മനസ്സേ വസതി കോ തപ കോ ജപ കോ സമാധി വിധി. ജാനുട്ടിയുടെ അമ്മയ്ക്ക് സുഖം തന്നെ അല്ലേ? ഓ, ദേഷ്യം വരുമ്പോ കുട്ടിയുടെ മുഖം കാണാൻ എന്ത് രസ്വാ. കൊതിയാവണു. ആ പാൽപാത്രം ഇങ്ങ് തന്നേക്കു ജാനുട്ടിയെ. ഇങ്ങ് തരേ ജാനുട്ടി. മുതലാളി പാത്രം തരൂ, എനിക്ക് വേഗം പോണം. അതിനെന്താ, തരാലോ. ജാനുട്ടി ചോദിച്ചു ഞാൻ എന്തും തരും. എന്ത് രസം. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച ജോസഫേട്ടന്റെ കല്യാണത്തിന് ഉണപ്പിടിച്ചു പോവാൻ പറ്റൂ.
പാലുറ്റ കാശ് എന്തേടി? ഇനി നീ പൊക്കോ. എന്നെ തീവണ്ടിയിലൊന്ന് കേറ്റുവോ? ഓ പിന്നെ ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളു. ഞാൻ രാത്രിയിൽ അങ്ങ് വരട്ടെ. നിന്നെ നിന്റെ തള്ളെ ഞാൻ തീവണ്ടി കയറ്റി തരാം. ഓടി പോടി വീട്ടിലോട്ട്. സ്വന്തം മോളായതുകൊണ്ട് അനുസരണുണ്ട് അവക്ക്. എന്താടി ചന്തം നോക്കി നിൽക്കുന്നത്? പാല് വിറ്റ കാശ് കൊണ്ടുപോയി ആ രഘുവിന്റെ അവിടെ നിന്ന് കുറച്ച് അരി വാങ്ങിക്കൊണ്ടുവാ. രാത്രിയിൽ വെക്കാൻ 1 മണി അരിയില്ല ഇവിടെ. എന്താടി ഈ പറഞ്ഞു നിന്റെ തലമേ കയറിയില്ലേ? വേഗം പോയിട്ട് വാടി, നേരെ വിരട്ടി തുടങ്ങി. അത് പാല് വിറ്റിട്ട് തിരികെ വരുമ്പോ കാശ് അച്ഛൻ പിടിച്ചു വാങ്ങിച്ചു. അങ്ങേർക്ക് നീ കൊടുത്തെന്ന് പറയടി. നിന്നെ ഞാൻ ശരിയാക്കുവടി. സ്ത്രീകരം പണ്ടാരം. പാല് വിൽക്കുന്ന കാശിൽ നിന്ന് 1 കാശെങ്കിലും എടുത്തു പോയാൽ നിന്നെ ഞാൻ കാണിച്ചു തരാമടി. എന്റെ ദൈവമേ, ഏത് നേരത്തോ എന്തോ നശിച്ച ഒരുത്തന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്. കായലരികത്ത് വള്ളയെറിഞ്ഞപ്പോ അത് ശരി. എല്ലാരും കൂടെ കഥവും മുട്ടി ഉറക്കമല്ലേ? വാതിൽ ഉറക്കടി. എടി വാതിൽ ഉറക്കാൻ. അകത്തിന്റെ മറ്റോ ഇരിക്കുന്നാടി. വാതിൽ ഉറയടി. അയ്യോ, ഓ അപ്സരസായിരുന്നോ പ്രത്യക്ഷപ്പെട്ട്? എവിടെയാണ് നിന്റെ തള്ള? അമ്മ ഇറങ്ങി. അവളെ ഞാൻ ഉറക്കും. നീ നോക്കിയോ? ഡെഡ് ബോഡി എടുക്കുന്നു. എന്റെ അല്ല, അവളുടെ. ഫസ്റ്റ് ക്ലാസ് കൂൾ ഡ്രിങ്ക്സ് ഒന്ന് കുടിച്ചിട്ട് പോ. 1 ഗ്ലാസ് കുടിച്ചിട്ട് പോ. ഫസ്റ്റ് ക്ലാസ് കൂൾ ഡ്രിങ്ക്സ് ഒന്ന് കുടിച്ചിട്ട് പോ. 1 ഗ്ലാസ് കുടിച്ചിട്ട് പോ. ഫസ്റ്റ് ക്ലാസ് കൂൾ ഡ്രിങ്ക്സ് ഒന്ന് കുടിച്ചിട്ട് പോ. 1 ഗ്ലാസ് കുടിച്ചിട്ട് പോ. ഫസ്റ്റ് ക്ലാസ് കൂൾ ഡ്രിങ്ക്സ്. അല്ലിതാരി. വരി 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 വരി. ഒരു ഗ്ലാസ്. ഒരു ഗ്ലാസ് ആക്കുന്നതിന് നിനക്ക് 1 നാരങ്ങ മുഴുവൻ ഞാൻ പിഴിഞ്ഞ് തരല്ലേ? കയ്യാണെങ്കിൽ തീരെ സുഖല്ല പോലെ. ഇത്തിരി എനിക്കും തരുമോ? കുടിക്കേ. അതിനെന്താ വില? മോളുടെ കയ്യിൽ എത്ര കാശുണ്ട്? എന്റെ 14 രൂപയുണ്ട്. 2 പാല് വിറ്റതാ.
എന്നാ 2 രൂപ എടുത്തോ, ഒരു ഗ്ലാസ് കൂൾ ഡ്രിങ്ക് തരാം. ഇതിന്ന് കാശെടുത്ത അമ്മ എന്നെ തല്ലും. ആഹാ, കാശ് വാങ്ങാതെ കൂൾ ഡ്രിങ്ക് തന്നാലേ എന്റെ വാപ്പ തല്ലും. നിങ്ങളുടെ ബാപ്പ കാണൂല. ആ മടിയത് കാശെടുത്താ എന്റെ അല്ലേ കാണൂല. എനിക്ക് ഇച്ചിരി മതി, ദാഹിച്ചിട്ടല്ലേ. ആഹാ, എന്നാ പച്ചവെള്ളം തരാ നിനക്ക്. ഇത്തിരി ഇത് കൂടെ ഒഴിച്ചാ മതി. ആഹാ, തരാ തരാ തരാ. ഇതെടുത്ത് കുഞ്ഞേ. എനിക്ക് വല്ലപ്പോഴും അമ്മ കാശ് തന്നാ നിങ്ങക്ക് തന്നേക്കാൻ കേട്ടോ. എനിക്ക് കാശ് വേണ്ട. അന്റെ വീട് എവിടെയാണ്? അത് ഇവിടുന്ന് ദൂരെ പോണം. നീ ദിവസം പാല് വെക്കാൻ വരുമോ? ദിവസവും വരും. അപ്പന് കുറുകിട്ടിയപ്പോ വാങ്ങിയ പശുവിനെ 2 പാലുണ്ട്. അത് വിറ്റേച്ച് വീട്ടിൽ ചെല്ലുമ്പോ സന്ധ്യയാവും. എന്നാ നീ നിക്കണ്ട, മോള് വേഗം പൊക്കോ.